സോഷ്യൽ മീഡിയ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നികേഷ് കുമാർ ചെയ്യുന്നു, അതുപോലെ കഴിഞ്ഞ നമ്മൾ കണ്ടു പഞ്ചായത്ത് ഇലക്ഷനിലെ ആ പാട്ട്, പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട്, അത് വളരെ വൈറലായി. അതൊരു പുതിയ ഒരു ഘടകമല്ലേ കേരളത്തിലെ ഇലക്ഷൻ, ഈ സോഷ്യൽ മീഡിയയുടെ ബിൽഡപ്പുകൾ? വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ പറഞ്ഞത്. അത് പ്രധാന ഘടകമാണ്. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് കഴിഞ്ഞ കുറച്ചു കാലത്തെ നമ്മുടെ സമൂഹത്തിലും എല്ലാം അനുഭവപ്പെടുന്ന കാര്യമാണ്. കാര്യം രാഷ്ട്രീയ പ്രചരണത്തിനെ ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയുടെ വലിയ റോള് അനുഭവപ്പെടുന്നുണ്ട്. കാരണം അതിലൂടെ നടക്കുന്ന മെസ്സേജിങ്, അതിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള പുതിയ വിഷയങ്ങൾ കൊണ്ടുവരാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ക്യാമ്പയിനെയും ഇഷ്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതിനുള്ള ഇന്റർവെൻഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യം, ശബരിമല സംഭവം നടക്കുന്ന സമയത്ത്, കൊള്ള നടക്കുന്ന സമയത്ത് അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത, അങ്ങനെ തീരെ ആരും അറിയാത്ത ഒരാള് വളരെ പാരഡി, അതായത് ഇത് വൈറലാവുമ്പോൾ ഇലക്ഷൻ ക്യാമ്പയിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിൽ വൈറലാവുന്ന പ്രതീക്ഷിച്ചൊന്നല്ല ഉണ്ടാക്കിയത്. പക്ഷെ ആ പാട്ടിന്റെ ഒരു എന്താ പറയാ, ആ പാട്ട് ഇപ്പൊ പഴയ ഭക്തിഗാനം ആയതുകൊണ്ടുകൂടി തന്നെ അതിന്റെ ഒരു പാടാനായിട്ടുള്ള സൗകര്യവും അതിന്റെ ട്യൂണിങ്ങും അതിന്റെ ആ സ്വഭാവം എല്ലാം വെച്ചുകൊണ്ട്, അതിന്റെ ആ ഗാന സ്ട്രക്ചർ എല്ലാം വെച്ചുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് പോപ്പുലർ ആവുകയും അത് ഇലക്ഷൻ ഇമ്പാക്ട് ചെയ്ത് CPM വലിയ ക്ഷീണിപ്പിച്ചതാണ്. കാര്യം ഞാൻ നോക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ, എന്റെ വീട്ടില് എന്റെ പരിചയക്കാരന്റെ ഓഫീസിലുള്ള സുഹൃത്തിന്റെ 3 വയസ്സായ പെൺകുട്ടി പാട്ട് പാടുക. ഞാൻ ഒരു ദിവസം വീട്ടിൽ പോകുമ്പോൾ ഈ പാട്ടാ പാടുന്നത് അവര്. അപ്പൊ അത്ര രീതിയിൽ ഇത് പോപ്പുലർ ആവുകയും അപ്പൊ സോഷ്യൽ മീഡിയ എന്നാലും ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പൊ നികേഷിന് ടീമുണ്ട്. പക്ഷെ അവിടെ നടത്തുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ അവിടെ ഈ സോഷ്യൽ മീഡിയ ഡൈനാമിക്സിന്റെ അകത്തല്ല ക്യാമ്പയിൻ ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം നടക്കുന്ന സൈബർ ബുള്ളിങ്. ഇപ്പൊ CPM വിമർശിക്കുന്ന ആൾക്കാർ അതിഭീകരമായിട്ട് വിമർശിക്കുന്ന തരത്തിൽ അത് സമൂഹത്തിൽ എല്ലാവരും സ്വീകരിക്കുന്ന കാര്യ CPM അകത്ത് സ്വീകരിക്കുക. ഉദാഹരണത്തിന് നമുക്കറിയാം, അടുത്ത കാലത്ത് നടന്നിട്ടുള്ള വലിയ ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ. ഇപ്പോ നമ്മൾ ഈ അധിക്ഷേപമായിട്ടുള്ള പല സൈബർ ബുള്ളിങ്, ഞാൻ പ്രത്യേകിച്ച് ഇവന്റ് എടുത്ത് പറയുന്നില്ല. അതൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വിഭാഗത്തിന് സന്തോഷം ലഭിക്കുന്നല്ലാതെ അതിന് യാതൊരു അതിൻ്റെ അകത്ത് മറ്റു സമൂഹത്തിനിടയിൽ അതിനോട് എതിർപ്പാണ്ടാവുക. അതായത് വരുന്നൊരു മെയിൻ സ്ട്രീം സമൂഹം അതിനെ എതിർക്കും. അപ്പൊ ഞാനും സാറൊക്കെ ഉൾപ്പെടുന്ന വേറെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടതാണെന്നും അത് എതിർക്കപ്പെടാനാണെന്ന് ഓരോണ്ടാകും. അപ്പൊ അത് സത്യത്തിൽ ഗുണം ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് സംബന്ധിച്ചിടത്തോളം ഇവരുടെ പൊളിറ്റിക്കൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇതുപോലുള്ള രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വലി അപ്പുറത്തുമുണ്ട് BJP കൺസേർട്ടഡ് ആയിട്ട് BJPയുടെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഹൈലി റൈറ്റ് വിങ് ആയിട്ടുള്ള വിദ്വേഷജനകമായിട്ടുള്ള ക്യാമ്പയിൻ വേറെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വാട്സാപ്പിലെ കാണുന്ന പല CPM-നെക്കാളും BJPയുടെ വളരെ വിദ്വേഷജനകമായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അവരുടെ IT സെല്ലിൽ ഇതിൽ ഇൻഫേമസ് ആണല്ലോ, അവരാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റിയുടെ ഉപജ്ഞാതാക്കൾ തന്നെ അവരല്ലേ. ശരിക്കും ഇവിടെ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയും ഈ സോഷ്യൽ മീഡിയയുടെ വില്ലിഫിക്കേഷൻ ക്യാമ്പയിനെതിരെയുള്ള ഒരു വലിയൊരു സിവിൽ സൊസൈറ്റി ഇന്റർവെൻഷൻ ആണ്. ഒരുപക്ഷെ ശരിയായ അതിന്റെ അകത്ത് കേരളം വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. കാര്യം ഈ പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ ഗ്രൂപ്പ്സും ഈ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുക. അങ്ങനെ സോഷ്യൽ മീഡിയക്ക് ഒരു കാലത്ത് ഡെമോക്രാറ്റിക് സ്വഭാവം മുഴുവൻ പോവുകയും ഈ ഗ്രൂപ്പിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അവർ എന്തും വിളിച്ചു പറയും, എന്തും പറയും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ട്രിഗർ ചെയ്യുന്ന കാര്യം വേറെ എന്തൊക്കെയോ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആൾക്കാരെ ഏറ്റവും മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് ക്യാമ്പയിൻ. അപ്പൊ ഇതാണ് അത് ഇലക്ഷനുകൾ തിരിച്ചടിയാവാൻ സാധ്യത കൂടുതൽ. ഒരു കാര്യമുണ്ട് സാർ, ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ക്യാമ്പയിൻ താരതമ്യേന ഭേദ സോഷ്യൽ മീഡിയയിൽ. കാര്യം അവർക്ക് ഇത്ര വലിയൊരു ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ കാഡർ പാർട്ടി ഇല്ലാത്തതുകൊണ്ട് ഈ പോലെ ആൾക്കാരെ അവർക്ക് നിരത്തി നിർത്തി തെറി പറയാൻ പറ്റുന്നില്ല. പക്ഷെ BJPക്ക് വളരെ ചിന്തയാണ്. BJPയുടെ ക്യാമ്പയിൻ എന്ന് പറയും CPM-ന്റെ ഇങ്ങനത്തെ വ്യക്തി ആത്മീയ നടത്തുന്നത്. BJPയുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പറഞ്ഞാൽ ഹേറ്റ്രഡിന്റെ സ്വഭാവമാണ്. അത് നല്ലതല്ല. നല്ല സമൂഹത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കേരളം നിലനിൽക്കണമല്ലോ. അതൊന്നും ഒരു തരത്തിലുള്ള ഒരു ഗുണകരമായിട്ടുള്ള ക്യാമ്പയിനായിട്ട് വരുന്നില്ല. അല്ല, അതാണ് BJPയുടെ ഒരു തരത്തിൽ പറഞ്ഞ വിഷലിപ്തമായ ക്യാമ്പയിനാണ്. അത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇത് താങ്കൾ പറഞ്ഞ ഈ സൈബർ ബുള്ളിങ്, അതിന്റെ ഒരു വിക്ടിമായിരുന്നില്ല ലാസ്റ്റ് ഇടതുപക്ഷത്തെ പാളയത്തിൽ തന്നെയുള്ള മമ്മൂട്ടിയും ശശിധരൻ മാഷും. അവർ പറഞ്ഞ ചില ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്ന് അവർക്ക് തോന്നി ഉള്ള ഒരു, ഇപ്പം മമ്മൂട്ടി അവിടെ പോയിട്ട് വയനാട്ടിൽ പോയിട്ട് ചെയ്ത, നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ ഞാൻ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി വന്നാണെന്ന് പറയും, ഒന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അതിനെ മമ്മൂട്ടിയെ ബുള്ളി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് പോലും പബ്ലിക്കായിട്ട് മാപ്പ് പറയേണ്ടി വന്നു. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുക, അത് താങ്കൾ പറഞ്ഞ പോലെ ആ ഭീകരാവസ്ഥയാണ്. ബുള്ളിങ് എന്നുള്ളത് അതാണ്
സോഷ്യൽ മീഡിയയുടെ നമ്മൾ കണ്ടതിന് മുമ്പേ എനിക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു സംഗതിയുണ്ട് അടൂർ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ. അദ്ദേഹം തന്നെ അന്തിച്ചു പോയി, എന്താ നടക്കുന്നത്? ഒരു സ്ത്രീ വന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീ വന്ന് എന്തോ പറഞ്ഞു, അതിന് അദ്ദേഹം മറുപടി കൊടുത്തു. അത് വേറെ രീതിയിലേക്ക് പോയി. ഇപ്പൊ ഇത് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഈ സാമൂഹ്യമായ ഒരു അണ്ടർബെല്ലി എന്ന് പറയത്തില്ലേ, സമൂഹ ഇതിന്റെ നമ്മളുടെയൊക്കെ ചില ഒരു വിധത്തിൽ പറഞ്ഞാൽ ചില വി ഹാവ് സർട്ടൻ പെറ്റ് ഒബ്സഷൻസ് എന്ന് പറയത്തില്ലേ ഇംഗ്ലീഷിൽ, അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് സോഷ്യൽ മീഡിയ മലയാളത്തിൽ തീർന്നോ എന്നൊരു സംശയം എനിക്കുണ്ടാകുന്നുണ്ട് പലപ്പോഴും നോക്കുമ്പോൾ. അത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? സോഷ്യൽ മീഡിയക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. കാരണം ഡെമോക്രസി പോലെ പലതരത്തില് പല തട്ടിൽപ്പെട്ട ഇപ്പോ നമുക്ക് അതിൽ വളരെ എല്ലാവരും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്ന ഡെമോക്രസി പോലെ ഡെമോക്രസി എപ്പോഴും പ്രതീക്ഷ ഇൻഫോംഡ് സിറ്റിസൺറിയാണ്. ഇൻഫോംഡ് സിറ്റിസൺറി ഇലക്ഷൻ വോട്ടിയാണ്. അപ്പൊ അതിന് പല വൈവിധ്യമാർന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. പക്ഷെ അത് എപ്പോഴും പ്രശ്നമാവുന്നത് സോഷ്യൽ മീഡിയ ഒരു അപകടകരമായ ശീലത്തിന്. ഉദാഹരണത്തിന് ഇൻഡിവിജ്വൽസ് പലതും പറയും, അത് പക്ഷേ ഇതിന്റെ പിന്നെ ഒരു കളക്റ്റീവ് ഫോഴ്സ്. ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം BJP സംഘപരിവാർ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒരു നിയുക്തരാണ് കുറെ ആൾക്കാർ, ഒരു ആർമി ബറ്റാലിയൻ ഇതിനു വേണ്ടി നിൽക്കുകയാണ്. അതുപോലെ CPM അവരുടെ ഒരു കാഡർ സ്ട്രെങ്ത് ആണ് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. അത് ഇൻഡിവിജ്വൽസ് തെറി പറയുന്നത് ഇൻഡിവിജ്വൽസ് വളരെ വീക്കാണ്. അവർക്ക് എല്ലാ ദിവസം ഇത് ഒരു എന്താ പറയുന്നത് നിരന്തരമായിട്ട് ആക്റ്റീവ് ആവാൻ പറ്റണമെന്നില്ല. മറ്റേതല്ല, ഒരു ആസൂത്രിതമായ പ്രവർത്തനമാണ്. ഈ മമ്മൂട്ടിക്കെതിരെയുള്ള ക്യാമ്പയിനെ കുറിച്ചിട്ട് എനിക്ക് എന്റെ നിരീക്ഷണം അതല്ല സാർ. അതായത് മമ്മൂട്ടി സെലിബ്രിറ്റി നിലയ്ക്ക് മമ്മൂട്ടി അവിടെ പോയ പ്രത്യേക പുഷ് എടുത്ത സമയത്ത് അത് CPMന്റെ ഒരു ക്യാമ്പയിനെ വല്ലാതെ ബാധിച്ചു. കാര്യം ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചതെന്നൊക്കെ നമ്മൾ CPM സമയം വലിയ ഒരു CPM നിർമ്മിച്ചു കൊടുത്ത പോലെയാണ് ആ സമയത്ത് ക്യാമ്പയിൻ ഉണ്ടായത്. അപ്പൊ അത് വലിയ ക്ഷീണം സംഭവിച്ചു. അപ്പോൾ ഇവർ സ്ട്രാറ്റജിക്കാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് മമ്മൂട്ടിയെ കാഡേഴ്സിനെ കൊണ്ട്, ഇവരുടെ മുഖമില്ലാത്ത കാഡേഴ്സിനെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കുക. അപ്പൊ അത് കേരള സമൂഹത്തിന് ഇമ്പാക്ട് ഉണ്ടാകും കണ്ടപ്പോൾ മുഖ്യമന്ത്രി വന്ന് മാപ്പ് പറയാം. ഇത് ഞാൻ വിചാരിക്കുന്ന ഒരു ഗെയിം പ്ലാന്റെ ഭാഗമാണ്. ഈ രണ്ടും ഈ ഒരു സ്പെക്ട്രത്തിന്റെ ഭാഗമാണ്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി മാപ്പ് പറയുന്നു, ഇവർ അതായത് ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക് പോളിസിയുടെ വേറെ സ്വഭാവമാണ്. ഒരു ഭാഗത്ത് ഈ കാഡേഴ്സിനെ കൊണ്ട് പാച്ചയ്ക്ക് വിദ്വേഷം വിളിച്ചു പറയാം, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് വലിയ മാന്യമായി വന്നിട്ട് മാപ്പ് പറയാം. ഈ കാഡേഴ്സിനെ തിരുത്താൻ സംബന്ധിച്ചിട്ടില്ലോ. ഈ കാഡേഴ്സ് ഇപ്പോഴും ആക്റ്റീവാണ്. ഇതിൽ പല ആൾക്കാരും പ്രവർത്തകരുടെ പേരുകളൊക്കെ എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ. ഞാൻ ആ പേരുകളൊക്കെ പത്രത്തിൽ വന്നിരുന്നു. അവരാരും തിരുത്തിയിട്ടില്ലോ, അവരോട് ആ പോസ്റ്റുകൾ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ലോ, അല്ലെങ്കിൽ നടപടിയെടുക്കുന്നു പറഞ്ഞിട്ടില്ലോ. അപ്പൊ അവരെപ്പോഴും ആവശ്യമാണ്. നാളെ ഇതുപോലെ CPMന് ഒരു ബന്ധപ്പെട്ട ഒരു വിഷയം വരികയാണെങ്കിൽ അവർക്കെതിരെ ഇതുപോലെ വിലിഫൈങ് ക്യാമ്പയിൻ നടത്താൻ ഇതേ കാഡേഴ്സിന് ആവശ്യമുള്ളത് ഈ ഒരു തന്ത്രമാണ് ഉപയോഗിച്ചത്. ഒരു ഭാഗത്ത് ആൾക്കാരെ ചെയ്ത് പറഞ്ഞവരെ ഒതുക്കുക, മറുഭാഗത്ത് മുഖം നന്നാക്കാൻ വേണ്ടി വന്ന് വളരെ പ്ലീസിംഗ് ആയിട്ട് മാപ്പ് പറയാം. ഇത് ഒരു ഗെയിം പ്ലാനിന്റെ ഒരു സ്ട്രാറ്റജിയുടെ രണ്ട് വശമാണ്. അല്ലാതെ ഇത് രണ്ട് ഭിന്നമായ ഒന്നല്ല. അല്ലാണ്ട് എന്താ പറയാ, ഈ കാഡേഴ്സ് ചെയ്ത തെറ്റിന് വേണ്ടി പിണറായി വിജയൻ ഒന്ന് മാപ്പ് പറഞ്ഞല്ല. ഈ മാപ്പ് പറയലും തെറിവല്ലൊക്കെ ഒരേ ഒരു പ്ലാനിന്റെ ഭാഗമാണ്. ഇതിന്റെ പിന്നിൽ അതിന്റെ പിന്നെ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ അതിന്റെ അകത്ത് ഇവർ ആലോചിച്ചാൽ ചെയ്ത കാര്യം തന്നെയാണ്. അതിന്റെ അകത്ത് CPM ആലോചിക്കാണ്. ഒരു BJPക്കും CPMനും ഈ കാഡർ പാർട്ടി ആയതുകൊണ്ടും നേരത്തെ പറഞ്ഞ ഒരു കമാൻഡ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ടും അവർക്ക് ഇതൊക്കെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം പറഞ്ഞാൽ ഇപ്പൊ TK ഗോവിന്ദൻ എന്ന് പറയുന്നത് കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അവിടുത്തെ ഏറ്റവും തലമുതിർന്ന പാർട്ടി നേതാവാണ്. അദ്ദേഹം വരുന്ന പാർട്ടി ഒരു ഗ്രാമത്താണ് വരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ്. ആ പാർട്ടിക്കെതിരെ ഒരു നിലപാടെടുത്തപ്പോൾ പ്രത്യേകിച്ച് എം വി ഗോവിന്ദ മാഷിന്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെട്ട് വിമർശനം ചെയ്യുമ്പോഴേക്കും ഇമ്മീഡിയറ്റ്ലി അയാൾ വർഗവഞ്ചന ആൾക്ക് പോസ്റ്റർ ഒട്ടിക്കുകയും അയാളെ വില്ലിഫൈ ചെയ്യാൻ തുടങ്ങി. അതായത് മിനിഞ്ഞാന്ന് രാത്രി വരെ പാർട്ടിയുടെ സ്വന്തമായ ഒരാളായിരുന്നു പിറ്റൂസ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെയാണ് പെട്ടെന്ന് പറ്റുന്നത്, സാധാരണ സംവിധാനത്ത് പറ്റില്ല. അപ്പോഴേക്കും ഒരു കമാൻഡ് പോയി ഒറ്റയടിക്ക് എല്ലാ കാഡേഴ്സിലും ആക്റ്റീവായി. അപ്പൊ അവർക്കത് പറ്റും. അവർക്ക് സ്വിച്ച് ഇട്ടാൽ നിർത്താൻ പറ്റും, സ്വിച്ച് ഓൺ ചെയ്താൽ ഈ പ്രവർത്തനം നടത്താൻ പറ്റും. എനിക്കതിനും പറ്റും സാധനം. പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് ഇൻഡിവിജ്വൽസിനെ ഒരാളെ ചീത്ത പറഞ്ഞാൽ പോലും നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യം നമ്മുടെ പിന്നിൽ മറ്റേതല്ല, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഇതിന്റെ അകത്ത് ഓർഗനൈസ്ഡ് ആയിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. അതൊരു മാഫിയ സ്വഭാവം ഇതിന്റെ അകത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളത്തിന് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്ത് ഉണ്ടാക്കുന്നതാണ്. കാര്യം ഇവർ ചെയ്യുന്ന ഒരു മാഫിയ സംഘത്തെയാണ് സൈബർ മേഖലയിൽ വളർത്തുന്നത്. അല്ല, ഇത് അവിടെയാണ് ഒരു പ്രസക്തമായ ചോദ്യം. കേരളത്തിലെ താങ്കൾക്ക് എന്താ തോന്നുന്നത്? നമ്മള് എന്നെ പോലെ പലരും ഉണ്ട്, ഒരു പാർട്ടിയിലും അംഗങ്ങളല്ല, ഒരു പാർട്ടിയിലും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് 100% പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ നമുക്ക് ഒരു ബ്രോഡ് സാമൂഹ്യ നന്മയെ ഊന്നിപ്പിടിച്ചുള്ള ചില സങ്കല്പങ്ങളുണ്ട്, രാഷ്ട്രീയവും സാമൂഹികമായ സങ്കല്പങ്ങൾ. അത് മാത്രം നമ്മൾ ചെയ്യുന്നു, നമ്മളൊരു സമുദായത്തിന് വേണ്ടി ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ചിന്തയെ ഒരു ഇത് കത്തിവെക്കുന്നതല്ലേ ഈ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ പോക്ക്. അതായത് നിങ്ങളുടെ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റേ ആളാണ്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾ CPM-ന്റെ കൂടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് ആണ്. BJP എന്ന് പറയുന്നില്ല. കാര്യം വെച്ചാൽ എൻ്റെ പേര് ക്രിസ്ത്യാനിയായുണ്ട്, അല്ലെങ്കിൽ ഞാനത് വളരെ കൃത്യമായിട്ട് പറയണം. പലരും ചോദിച്ചിട്ടുണ്ട്, താനെന്താ ക്രിസ്തങ്കിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഡിവിഷൻ, അതായത് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കോമൺ സെൻസും അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹ്യ രാഷ്ട്രീയ ബോധം വെച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ മലയാളത്തിൽ നടക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ബുള്ളിങ് ആയിട്ട് മാറിയിട്ടുണ്ടോ ഈ 3 സംഘങ്ങളും, കോൺഗ്രസും ഇടതുപക്ഷവും? സംശയമല്ലോ സാർ, അതിനകത്ത് യാതൊരു സംശയകാര്യം. അവിടെ ഇൻഡിപെൻഡന്റ് ഫ്രീ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഫ്രീ മൈൻഡുള്ള പാർട്ടി അഫിലിയേഷനകത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങൾ അവർ റെപ്രസെന്റ് ചെയ്യുന്ന വോയിസസ് ഉണ്ടാവും. ചില സെയിൻ ആയിട്ടുള്ള എൻലൈറ്റ്മെന്റ് പല വോയിസസും പല അഭിപ്രായം വരും. ഉദാഹരണം നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചുള്ള വിഷയം കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും വരിഷ്ഠനായ, കേരളത്തിലെല്ലാം അംഗീകരിക്കുന്ന CDSന്റെ ഡയറക്ടറായി വളരെ പ്രസിദ്ധനായിട്ടുള്ള എക്കണോമിസ്റ്റ് KP കണ്ണനാണ് അതിനെക്കുറിച്ച് വിമർശനം ചെയ്തത്. KP കണ്ണൻ ഉന്നയിച്ച വിമർശനം ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ അതിനനുബന്ധിച്ച് അത് ശരിയാണെന്ന് പറയുന്നു. ഇമ്മീഡിയറ്റ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ എഴുത്തുകാരൻ മാത്രമാണ് ഏറ്റവും നീചമായിട്ട് അദ്ദേഹം എഴുത്തുകാരൻ ശ്രമിക്കുന്ന ഭാഷ സിദ്ധിയാണ്, അത് സർഗാത്മകമായ വ്യവഹാരങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ കേരളത്തിൽ പല എഴുത്തുകാരും CPM നിയോഗിച്ച പല എഴുത്തുകാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പച്ചയ്ക്ക് തെറി പറയാനാണ്. ഏറ്റവും മോശപ്പെട്ട അശ്ലീലമായ ഭാഷ. അവർ എഴുത്തുകാരാണ്, എഴുത്തുകാർക്ക് അവരുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഭാഷയുടെ സർഗാത്മകതയാണ്. പക്ഷെ അവർ CPM അവരെ നിയോഗിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വൃത്തികേടും ആഭാസത്തരം പറയാൻ വേണ്ടി ആർക്കെതിരെയും പറയും. അവർക്ക് പിണറായി വിജയനാണ്, അവരെ തന്നെ CPM പോലല്ല, പിണറായി വിജയനെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന ആരെയും ചെറി പറയാൻ വേണ്ടി നിയുക്തരായിട്ട് ആൾക്കാരാണ്, സ്വയം തീരുമാനിച്ചവരാണ്. അവർക്ക് അവരുടേതായ ചില ഗുണഭോക്താക്കളാണ് അവർ. വേറെ പല സ്ഥാനമാന അംഗീകാരങ്ങൾ സാമ്പത്തിക ഗുണങ്ങൾ അവർക്ക് കിട്ടിയില്ല, വസ്തുതയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പൊ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്യാമ്പയിൻ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്രിട്ടിക്കൽ മൈൻഡ്സ് ഇല്ലാതിരിക്കുക. അപ്പോ സ്വതന്ത്രവും സത്സന്ധവുമായിട്ട് അഭിപ്രായം പറയുന്ന വ്യക്തികളെ ഇതുപോലെ ബുള്ളി ചെയ്തും അവരെ അപ്പൊ ഇങ്ങനെ ആൾ ഇപ്പൊ KP കണ്ണനെ പോലെ അല്ലെങ്കിൽ സാറിനെ പോലെ ആളുകൾ അഭിപ്രായം പറഞ്ഞാൽ ഈ തെറി പറഞ്ഞ നിശബ്ദരാവും. പിന്നെ ഈ ചർച്ചയിൽ അവർ പോയി ഇടപെടില്ല. കാരണം അവർക്ക് ഈ അപമാനം സഹിക്കാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്യും? അവര് പിന്മാറും. അത് തന്നെയാണ് ഉദ്ദേശം, ഇവർ നിശബ്ദരാക്കുക. ഈ വളരെ സെയിനായിട്ടുള്ള വളരെ വിശുദ്ധത്തിന്റെ ഒരു പ്രതിദാനമായിട്ട് സംസാരിക്കുന്ന വിമർശനാത്മകമായിട്ട് ചിന്തകരെ കൂടെ നിശബ്ദരാക്കുന്നതിന് പക്ഷെ അതിന്റെ ദോഷം എന്ന് പറയുന്നത് റൈറ്റ് വിങ് ആവാണ്. ഈ ഇടതുപക്ഷ സംഘടനകൾ ആത്യന്തികമായി എങ്ങനെയാണ് ഇടതുപക്ഷ ആശയം തന്നെ വിമർശനാത്മക ചിന്തയെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ ആശയത്തിനും മുന്നോട്ട് പോകണമെങ്കിൽ അതിന് സമൂഹത്തിൽ മുന്നോട്ട് എപ്പോഴും ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മക ചിന്തയെ ആവശ്യമാണ്. അപ്പൊ അതില്ലാതാക്കുന്ന വഴി എന്താണ്? വലതുപക്ഷവൽക്കരിക്കപ്പെട്ടു. അതാണ് പാർട്ടി സ്ട്രക്ചറും പാർട്ടിയുടെ കേഡേഴ്സും പാർട്ടി തന്നെ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടതിന് കാരണം നിരന്തരമായിട്ടുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ടാണ്. നിങ്ങൾ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി ആക്രമണം നടത്തുക, അങ്ങനെ അവർ നിശബ്ദരാക്കുക, അങ്ങനെ ആ ശീലിച്ചൊരു തരം മാഫിയവൽക്കരണം നടന്നതിന്റെ ഭാഗമായിട്ട് എന്തായി? പരിപൂർണമായി വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു സാമൂഹ്യ മാധ്യമത്തിലേക്കാണ് നമ്മൾ കാര്യം. പ്രതിചിന്തകൾ ഉയർത്തേണ്ട, വ്യത്യസ്തമായ ആളുകൾ ഉയർത്തപ്പെടേണ്ട സോഷ്യൽ മീഡിയ ഈ വലതുപക്ഷത്തിന്റെ ഈ ഗവൺമെന്റ് ന്യായീകരിക്കാൻ ഒറ്റ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്ന് വരുമ്പോൾ. താങ്കൾ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതാണ് മാർക്സിയൻ ഐഡിയോളജിയുടെ ബേസിസ് തന്നെ. ക്രിട്ടിക്കൽ തിങ്കിങ് അത് മോശം വരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഇതുവരെയുള്ള സാമൂഹ്യ ഉന്നമനത്തിന്റെ ഒരു കാരണം ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരുന്നു. അത് കോൺഗ്രസിന്റെ ആണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും അവിടെയാണ് അത് നഷ്ടം വന്നു കഴിഞ്ഞാൽ കേരളത്തെ കേരളമാക്കുന്ന പലതും നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്.